ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധയ്ക്ക് വിവാഹം ആലോചിച്ചുകൊണ്ട് വരുന്ന ആ ഗുണ്ടയെ തല്ലി ഓടിക്കുകയാണ് കേട്ടോ വിക്രം അയാളെ നല്ല തല്ല് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് നല്ല ദേഷ്യമായിട്ട് രാധയുടെ അച്ഛനെ അടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ രാധയുടെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് വിക്രം ആ ഗുണ്ടകളെ തല്ലി ഓടിക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ ആ ഗുണ്ടകളെ അന്വേഷിച്ചിട്ട് പോകുന്നുണ്ട് വിക്രം. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ മതിലൊക്കെ ഒന്ന് ചാടി കടക്കുകയാണ് ചെയ്യുന്നത്. അത് പിറ്റേ ദിവസം ആരോ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം മോഷ്ടിച്ചിട്ടുണ്ട്. അത് എല്ലായിടത്തും ചർച്ചാ വിഷയമാകുകയാണ്. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, വിക്രമാണ് ഈ പണം മോഷ്ടിച്ചിരിക്കുന്നത്. അവൻ മതിൽ ചാടിക്കിടക്കുന്ന കണ്ടു, രാത്രി 11 മണിക്കാണ് കണ്ടത് എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ, അമ്പല കമ്മിറ്റിക്കാരെല്ലാം കൂടെ. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രം എവിടെയെന്ന് ചോദിക്കുക. അപ്പോൾ സുധാരൻ മാഷി ചോദിക്കുന്നുണ്ട്, എന്താ? അല്ല, അമ്പലത്തിലെ ഭണ്ഡാരം ഇന്നലെ ആരോ കുത്തി തുറന്നു, പണം മോഷ്ടിച്ചിട്ടുണ്ട്, അത് വിക്രമാണെന്ന് പറയാണ്. അപ്പോൾ സുധാരൻ മാഷി ചോദിക്കുകയാണ്, വിക്രമോ? അതെ, വിക്രമാണെന്ന് പറയുക. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, വിക്രമോ? വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം വേദ. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം അങ്ങനെ ചെയ്യില്ല എന്ന്? കണ്ടവരുണ്ട്, വിക്രം പണം മോഷ്ടിക്കാനായിട്ട് അമ്പലത്തിൻ്റെ മതിൽ ചാടിക്കിടക്കുന്ന കണ്ട ആൾക്കാർ ഇവിടെയുണ്ടെന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നല്ലോ എന്ന് പറയുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും ഇല്ല, അത് കണ്ടവരുണ്ടല്ലോ, ഇതിലൊരു തീരുമാനം ഉണ്ടാവണമെന്ന് പറയുക. അപ്പോൾ സുധാരൻ മാഷ് വിക്രത്തിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ കള്ള, ഇത്രയും നാളും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, അടിയും പിടിയും ഒക്കെ ഉള്ളായിരുന്നു, ഇപ്പോൾ അമ്പലത്തിലും കയറി നീ മോഷ്ടിക്കാൻ തുടങ്ങിയോ? എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. ഇങ്ങനെ ഒരു മോഷ്ടാവിൻ്റെ അച്ഛനായിട്ട് ജീവിക്കുന്നതിന് ഭേദം മരിക്കുന്നത് തന്നെയാണ്. എന്തെങ്കിലും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്താലാ ഈ ജീവിതം ഒന്ന് തീരുക എന്ന് പറയുകയാണ്. അപ്പം എന്താണ് ചെയ്യുന്നത്? ഇതിനൊരു പരിഹാരം വേണ്ടതെന്ന് ചോദിക്കും. വിക്രം അവരോട് പറയുന്നുണ്ട്, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഒരുപാട് പേർക്ക് പണം പലിശയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ആ പലിശ ഇഷ്ടംപോലെ ഞാൻ കയ്യിലോട്ട് വാങ്ങുന്ന, പിന്നെ അമ്പലത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ കമ്മിറ്റിക്കാർ പറയാണ്, അത് അങ്ങനെയൊന്നും അല്ല, അതിനായിട്ട് ഈ ഒരു പഞ്ചായത്ത് കൂടുന്നുണ്ട്, ഒരു കമ്മിറ്റി കൂടാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അമ്പലത്തിൽ വെച്ചിട്ട്. അവിടെ എല്ലാവരും കൂടെ വന്ന് ഇതിലെ കുറ്റവാളി ആരാണെന്ന് കണ്ടെത്തും. വിക്രം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ വിക്രം തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് പറയണം. അപ്പോഴേക്കും ശരി, അങ്ങോട്ട് പോകാമെന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ശരി, ഞാനങ്ങോട്ട് വരാം, എനിക്കിപ്പോൾ അങ്ങോട്ട് വരുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ വിക്രത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേദയും കൂടെ പോവാണ് കേട്ടോ. അപ്പം സുധാരൻ മാഷ് പറയുന്നുണ്ട്, ദേ, ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ഇയാളുടെ പുറകെ പോകുന്നവർ ആ പുറകെ തന്നെ അങ്ങ് പോയിക്കോണം എന്ന് പറയുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇതിൽ ഞാൻ തെറ്റുകാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ച് ഈ വീട്ടിലേക്ക് വരികയില്ല, ഞാൻ ആ വഴി തന്നെ പോവുള്ളൂ അച്ഛാ എന്ന് പറയാണ്. ഞാൻ മോഷ്ടിച്ചിട്ടില്ല, അത് എല്ലാവരും വിശ്വസിക്കണം. ഇനി ആർക്കും വിശ്വാസമില്ല ഞാനാണ് മോഷ്ടാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ തിരിച്ചിങ്ങോട്ട് വരില്ല എന്ന് പറയാണ്. അപ്പോൾ വേദ പുറകെ പോകുമ്പോഴും സുധാരൻ മാഷ് തടയാണ്. ദേ, അവൻ്റെ പുറകെ പോകുന്നതൊക്കെ കൊള്ളാം, ഇക്കാര്യത്തിൽ അവൻ്റെ പുറകെ പോയാൽ പിന്നെ ഈ വീട്ടിൻ്റെ പടി കടക്കരുത്, ഈ വീട്ടിലേക്ക് കയറി വരാമെന്ന് ഉദ്ദേശിക്കേണ്ടെന്ന് വേദയോട് പറയുമ്പം വേദ പറയാണ്, വിക്രം പോവല്ലേ, വിക്രം ഇനി മോഷ്ടാവാണെന്ന് പറഞ്ഞാൽ ആ വഴി തന്നെ അങ്ങ് പോവും. അങ്ങനെ ആകുമ്പോൾ പിന്നെ എൻ്റെ ഭർത്താവല്ലേ ഇത്, ഭർത്താവില്ലാത്തടത്ത് ഞാൻ പിന്നെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, ഞാനും പോകണ്ടേ ആ വഴി തന്നെ. അതുകൊണ്ട് ഏതായാലും വിക്രത്തിന് സപ്പോർട്ട് പറയാൻ ഞാൻ പോകുമെന്ന് പറയാണ്. അങ്ങനെ വിക്രത്തിന് സപ്പോർട്ടായിട്ട് വേദയും ആ കൂടെ അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ കമ്മിറ്റി എല്ലാം കൂടിയിരിക്കുകയാണ്, എല്ലാവരും കൂടിയിട്ടുണ്ട്, പൗരപ്രമുഖരെല്ലാവരും ഉണ്ട് കേട്ടോ. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച്. ആരായിരിക്കും ഇത് ചെയ്തത്? ഇതൊരു മോഷ്ടാവാണ് ചെയ്തതെന്ന് ഉള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാലും ഈ നാട്ടിലുള്ള വിക്രം തന്നെ അത് ചെയ്യുമെന്ന് നമ്മളാരും വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, താൻ കണ്ടോടോ ഞാൻ മോഷ്ടിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അയാൾ പറയാണ്, അത് ഞാൻ കണ്ടു, ഈ മതിൽ ചാടി കടക്കുന്നത് ഞാൻ കണ്ടതാ. അപ്പം മതിൽ ചാടി കടന്നവരായിരിക്കുമല്ലോ ഇത് മോഷ്ടിച്ചിട്ടുണ്ടാവുക, അല്ലാതെ വേറെ ആരും ആയിരിക്കില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ രാധയും മോടി അവിടെ അങ്ങ് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും വിക്രത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അധികാരം? വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് ഒത്തിരി പണം ഇപ്പോൾ തന്നെ കിട്ടാനുണ്ട്, ഞാൻ നാട്ടുകാരെയൊക്കെ സഹായിക്കുന്നുണ്ട്, പിന്നെ ഞാൻ ഈ അമ്പലത്തിലെ പണം കൂടി മോഷ്ടിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ രാധ പറയുന്നുണ്ട്, വിക്രം അല്ല ഇത് മോഷ്ടിച്ചതെന്ന് പറയാണ്. അപ്പം അവർ ചോദിക്കുക, എന്താ കുട്ടിക്ക് ഇത്ര ഉറപ്പ് വിക്രം അല്ല ഇത് മോഷ്ടിച്ചതെന്ന് പറയാൻ? അല്ല, വിക്രം ആ സമയത്ത് രാത്രി 11 മണിക്ക് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ ചിരിക്കുകയാണ്. എന്നിട്ട് പറയാം, എന്താ നീ പറഞ്ഞത്? രാത്രി 11 മണിക്ക് വിക്രം നിൻ്റെ വീട്ടിലുണ്ടായിരുന്നെന്നോ? നീ വിക്രത്തിൻ്റെ പുറകെ നടക്കുന്ന പെണ്ണല്ലേ, അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്തേ പറയുള്ളൂ. അവനെ രക്ഷിക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ ഇറക്കിക്കൊണ്ട് വന്നിരിക്കുക അവള്. ഇവള് പറയുന്നൊന്നും ആരും മുഖവിലക്കെടുക്കണ്ട.
ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഇവൾ ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയും എന്ന് പറയണം. അപ്പം രാധ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. വിക്രം 11 മണിക്ക് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. വിക്രം ഇത് ചെയ്തിട്ടില്ല എന്ന് തന്നെ രാധയും ഉറപ്പിച്ച് പറയാണ് കേട്ടോ. അപ്പോൾ വേദയും പറയുന്നുണ്ട്, ശരിയാ, 11 മണിക്ക് വിക്രം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ. നിങ്ങളാരാ എന്ന് ചോദിക്കുക. ഞാൻ വിക്രത്തിൻ്റെ ഭാര്യ എന്ന് പറയാണ്. 11 മണിക്ക് വിക്രം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒന്നിച്ച റൂമിലുണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പം വിക്രത്തിന് എന്തോ ഒരു വല്ലായ്ക പോലെയൊക്കെ തോന്നുകയാണ് വേദ അങ്ങനെ പറയുമ്പം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അതിനെന്താ തെളിവ്? നിങ്ങളുടെ കൂടെ വിക്രം 11 മണിക്ക് റൂമിലുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേദ ഉടനെ ചോദിക്കുക, അതെങ്ങനെയാ ചേട്ടാ തെളിവ് തരുന്നത്? നിങ്ങളുടെ വീട്ടിലും ഭാര്യയും ഭർത്താവും ഒക്കെ ഇല്ലേ? ഒരുമിച്ച് റൂമിലുണ്ടായിരുന്നതിന് തെളിവ് വേറെ ആരെങ്കിലും കൊണ്ട് നിർത്തി കാണിക്കൂ? അങ്ങനൊന്നും അല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ റൂമിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു, അത് തന്നെ തെളിവ് എന്ന് വേദ ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ശരിയാ, ഇവള് ഭാര്യയല്ലേ, ചിലപ്പോൾ പറഞ്ഞത് ശരിയായിരിക്കും, എന്തായാലും അതൊന്നും മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, പിന്നെ നിങ്ങൾ എന്താ മുഖവിലേക്ക് എടുക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു ഇദ്ദേഹം എൻ്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്താണ് ഇതിൽ കൂടുതൽ തെളിവ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറയാണ്. അപ്പോഴേക്കും അവർ പറയുന്നുണ്ട്, കുട്ടി അങ്ങനെ ഇവനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ വേദ പറയുന്നുണ്ട്, അല്ല, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഈ അമ്പലത്തിൽ കള്ളം കയറി മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലേ അത് ആദ്യം അറിയിക്കേണ്ടത് എവിടെയാണ്? പോലീസിലല്ലേ? നിങ്ങൾ എന്നിട്ട് പോലീസിനെ അറിയിച്ചോ? ഇല്ല, നിങ്ങൾ നേരെ കമ്മിറ്റി കൂടി എല്ലാവരും കൂടെ തീരുമാനമെടുത്തു. ഇവിടെ ആരാ ഈ പൗരപ്രമുഖര്? നിങ്ങളെല്ലാവരും ആണോ കമ്മിറ്റി കൂടേണ്ടത്? നിങ്ങളാണോ കുറ്റവാളിയെ കണ്ടെത്തേണ്ടത്? അല്ലല്ലോ, ഇതാദ്യം ചെയ്യേണ്ടത് പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ്. പോലീസാണ് അന്വേഷണം നടത്തി കുറ്റവാളിയെ കണ്ടെത്തേണ്ടത്. നിങ്ങൾ അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്തത്. എന്നിട്ട് നിരപരാധിയായ ഒരാളെ പിടിച്ചു നിർത്തി മോഷ്ടാവെന്ന മുദ്ര കുത്തുവാണോ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാനിപ്പോൾ ഇതൊരു പരാതി കൊടുത്താൽ പോലീസ് ഇവിടെ വന്ന് നിങ്ങളെല്ലാം തൂക്കിയെടുത്തോണ്ട് പോകും. ഞാൻ ജില്ലാ ജഡ്ജിയുടെ മോളാ, നിയമമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമ്മിറ്റിക്കാരെല്ലാം ആകെപ്പാടെ വല്ലാതെ ആവുകയാണ്. അവർ പറയാണ്, ശരിയാ, ചിലപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞത് ശരിയായിരിക്കാം, അത് നമുക്ക് മുഖവിലേക്ക് എടുക്കാം. കാരണം അവളുടെ ഭർത്താവല്ലേ കൂടെ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയുമ്പം അത് സത്യം തന്നെ ആയിരിക്കാം. അപ്പം വിക്രം അല്ല മോഷ്ടിച്ചത്, ശരി, നമുക്ക് അങ്ങനെ തന്നെ കാണാം, വിക്രമല്ല മറ്റാരെങ്കിലും ആയിരിക്കും, വിക്രത്തിന് പോകാം, വിക്രം ഒരു മോഷ്ടാവല്ല എന്ന് അവർ ഉറപ്പിച്ച് പറയാണ്. അങ്ങനെ വിക്രത്തിനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. വേദയും വിക്രവും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. രാധയും സന്തോഷമായിട്ട് പോവാണ് കേട്ടോ, വിക്രത്തെ രക്ഷിച്ചല്ലോ എന്ന് ഓർത്തിട്ട്. കാരണം രാധയുടെ അച്ഛന് വേണ്ടിയിട്ടാണ് വിക്രം അമ്പലത്തിൻ്റെ മതിലൊക്കെ ചാടിക്കിടന്നത്. അങ്ങനെ വേദയും വിക്രവും കൂടെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴേക്കും സുധാകരൻ മാഷ് പറയുന്നുണ്ട്, എന്താ രണ്ടും കൂടി ഇങ്ങോട്ട് വന്നത്? ഇവിടെ കയറരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ ഇങ്ങോട്ട് എന്തിനാ കെട്ടിയെഴുന്നള്ളിച്ച് വന്നത്? അപ്പോൾ വേദ പറയാണ്, ഇദ്ദേഹം കള്ളനാണെങ്കിലല്ലേ ഇങ്ങോട്ട് കയറരുതെന്ന് അച്ഛൻ പറഞ്ഞത്. അങ്ങനല്ല മാഷേ, ഇദ്ദേഹത്തിന് കള്ളനല്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിട്ടു. അവർ കമ്മിറ്റി കൂടി തീരുമാനമെടുത്തു, വിക്രമല്ല അത് ചെയ്തതെന്ന്, വിക്രം മോഷ്ടിച്ചിട്ടില്ലെന്ന് അവർ പറഞ്ഞു. പിന്നെ എന്താ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധാകരൻ മാഷൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ അകത്തേക്ക് കയറ് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വിക്രം അങ്ങോട്ട് പോകാൻ ഇറങ്ങുമ്പം വേദ വിക്രത്തിൻ്റെ ഷർട്ട് മാറ്റിച്ചിടുന്നുണ്ട്. അപ്പോൾ വിക്രം ഒരുപാട് ദേഷ്യപ്പെട്ടാണ് പറയുന്നത്, ഈ ഷർട്ടിന് എന്താണ് ഈ കുഴപ്പം? ഇതിട്ടുകൊണ്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയാണ്, പറ്റില്ല, ഈ ഷർട്ട് ഇടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അങ്ങനെ വേറൊരു ഷർട്ട്, ഒരു പുത്തൻ ഷർട്ടൊക്കെ ഇടിച്ചാണ് വിടുന്നത്. അപ്പോൾ വിക്രം അന്ന് കയറി കഴിയുമ്പം ചോദിക്കുക, ഞാൻ കാരണമാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ എന്തിനാടി ആ ഷർട്ടൊക്കെ എന്നെ കൊണ്ട് മാറ്റി ഇടിച്ചത്? ഞാൻ അവിടെ കല്യാണത്തിനൊന്നും പോവല്ലായിരുന്നല്ലോ. അപ്പോൾ വേദ പറയണം, അതേ, ആ ഷർട്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇട്ട ഷർട്ടല്ലേ, അതിൽ ആ ക്ഷേത്രത്തിൻ്റെ മതിൽ ചാടി കടന്നപ്പം മതിലിൽ കുറച്ച് പെയിൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ പെയിൻറ്റ് പറ്റിയ ഷർട്ടുമായിട്ട് നിങ്ങൾ അവിടെ ചെന്ന് നിന്നിരുന്നെങ്കിൽ അവർ നിങ്ങളെ പഞ്ഞി കിട്ടേനെ. അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഷർട്ട് മാറിയിട്ട് ഈ ഷർട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറഞ്ഞത്, മനസ്സിലായോ? അതൊക്കെ ശരി, പിന്നെ നീ എന്തിനാ പറഞ്ഞത് രാത്രി 11 മണിക്ക് നമ്മൾ രണ്ടും ഒന്നിച്ച് റൂമിലുണ്ടായിരുന്നെന്ന്? നീ എന്തിനാ അവിടെ ഉറപ്പിച്ച് പറഞ്ഞത്? അതെനിക്ക് നാണക്കേടായിപ്പോയി എന്ന് പറയാണ് വിക്രം. ഓഹോ, അതിന് നിങ്ങളെന്തിനാ നാണക്കേടാകുന്നത്? നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ. ഇനിയിപ്പം നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളത്തിനാ അവിടെ പറഞ്ഞത്. ഇപ്പം കിടന്ന് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. അത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ പറയാമായിരുന്നല്ലോ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ തമ്മിൽ ഒരു റൂമിലില്ലായിരുന്നു എന്ന്. അപ്പം നിങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ. ഇപ്പം ഇവിടെ വന്ന് എൻ്റെ നേരെ ദേഷ്യപ്പെടാൻ വരേണ്ട കാര്യമുണ്ടോ വിക്രം എന്ന് ചോദിക്കുകയാണ്. അപ്പം വിക്രം പറയും, ഓ ശരി ശരി എന്ന് പറയണം. ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ രക്ഷിച്ചതും പോരാ, പിന്നെ എൻ്റെ തലയിലോട്ട് കയറാൻ വരുവാണോ എന്ന് ചോദിക്കുകയാണ് വേദം.
പിന്നെ നിന്റെ തലേ കയറി നീ എന്നെ രക്ഷിച്ചതാ പറയുന്നേ. രക്ഷിച്ചില്ലേ? നിങ്ങൾ മതിൽ ചാടിക്കടന്നല്ലോ ഇല്ലേ? ഞാൻ അവിടെ വെച്ച് പറഞ്ഞ് ജില്ലാ ജഡ്ജിയുടെ മകളാണ്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും, പോലീസിനെ അറിയിക്കുമെന്നൊക്കെ. അത് പറഞ്ഞു എന്താണെന്ന് മനസ്സിലായോ? അവരിപ്പോൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ടാവും. പോലീസ് അവിടെ വന്ന് പരിശോധിക്കുമ്പോൾ അറിയാം ആരാ കുത്തി തുറന്നേന്ന്. അതിലുള്ള കൈരേഖയോ CCTV ദൃശ്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടും. പക്ഷേ ഇത് ആദ്യമേ പോലീസിനെ വിളിച്ചിരുന്നെങ്കിൽ നിങ്ങളെ അങ്ങ് തൂക്കിയെടുത്തോണ്ട് പോയേനെ, നിങ്ങളാന്ന് വിചാരിച്ചിട്ട് എന്നൊക്കെ പറയുകയാണ് വേദ. എന്നിട്ട് വേദ പറയുന്നുണ്ട്, ഇത്രയൊക്കെ ഞാൻ ചെയ്തതല്ലേ, ഒരു നന്ദി, ഒരു താങ്ക്സ് പറഞ്ഞൂടെ മനുഷ്യ നിങ്ങൾക്ക്. അപ്പോൾ വിക്രം പറയാണ്, പിന്നെ നിനക്ക് ഞാൻ നന്ദി പറയാൻ പോവാ, താങ്ക്സ് പറഞ്ഞു. വേദ പറയാണ്, താങ്ക്സ് പറയാതെ നിങ്ങൾ ഉള്ളോട്ട് കയറാൻ പറ്റില്ലെങ്കിലോ എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ശരി ശരി ശരി, താങ്ക്സ് താങ്ക്സ് താങ്ക്സ്, ഇത്രയും മതിയോ നിനക്ക് എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. വേദയാണെങ്കിൽ ഒരു കള്ളച്ചിരിയോട് കൂടി അവിടെ നിൽക്കുകയൊക്കെയാണ് കേട്ടോ.